അവന് മുന്നിൽ എത്തിയ ഓൺലൈൻ ടാക്സി ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. പുലർച്ചെ 3 മണി. കൊച്ചിയിലെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ അരുൺ പുറത്തേക്ക് വന്ന് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തു. ഫോൺ സ്ക്രീനിൽ ടാക്സി വിൽ അറൈവ് ഇൻ 5 minutes എന്ന് കാണിച്ചപ്പോൾ അരുണിന് സമാധാനമായി. അവന് ചുറ്റുമുള്ള എല്ലാ റോഡും ശൂന്യമായിരുന്നു. ചില സ്ട്രീറ്റ് ലൈറ്റ് മിന്നിമറിഞ്ഞ് കളിക്കുന്നു. രാത്രി തന്നെ ശ്വസിക്കാത്ത പോലെ തോന്നി. അത്രയ്ക്കും നിശബ്ദത. ദൂരെ നിന്നും വരുന്ന ഓൺലൈൻ ടാക്സി കണ്ട് അവൻ റോഡിലേക്ക് ഇറങ്ങി. കാർ സ്ലോ ആയി വന്ന് അയാളുടെ മുന്നിൽ നിർത്തി. ഓട്ടോ ലോക്ക് ഓൺ സൗണ്ട് കേൾപ്പിച്ച് അവന് മുന്നിൽ ടാക്സി നിന്നു. ബാക്ക് ഡോർ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ഡ്രൈവർ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടത്. അവന്റെ മനസ്സിൽ ഭയം തിങ്ങി നിറഞ്ഞു. ധൃതിയിൽ ഇറങ്ങാനായി ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ കാറിന്റെ ഡോർ ഓട്ടോമാറ്റിക്കായി അടഞ്ഞു പോയിരുന്നു. അടുത്ത നിമിഷം തന്നെ കാർ സ്വയം സ്റ്റാർട്ടായി. അവനെയും കൊണ്ട് വേഗത്തിൽ ഓടാൻ തുടങ്ങി. അവൻ ഫോൺ എടുത്ത് സുഹൃത്തുക്കളെ വിളിക്കാൻ നോക്കുമ്പോഴായിരുന്നു അവന്റെ കണ്ണുകൾ നിശ്ചലമായത്. അപ്പോഴും ആ മൊബൈൽ സ്ക്രീനിൽ ഡ്രൈവർ ഓൺ ദ വേ എന്ന് കാണിച്ചുകൊണ്ടിരുന്നു. ഉടനെ തന്നെ അവന്റെ കയ്യിലെ ഫോൺ മൊത്തത്തിൽ അണഞ്ഞുപോയി. അവന്റെ ശ്വാസം പൂർണ്ണമായും നിശ്ചലമായ പോലെ അവന് തോന്നി. പെട്ടെന്ന് മുന്നിലെ കണ്ണാടിയിലൂടെ നോക്കുമ്പോഴായിരുന്നു അവന്റെ മുഖത്തിനൊപ്പം മറ്റൊരു മുഖം കൂടെ തെളിഞ്ഞു വന്നത്. പക്ഷേ ആ ടാക്സി ഒരിക്കലും ഡെസ്റ്റിനേഷനിൽ എത്തിയില്ല. അവനുമായി ഇരുട്ടിന്റെ മറവിൽ മറഞ്ഞുപോയി. അടുത്തൊരു ഇരയെ ആ ടാക്സി കാത്തിരുന്നു.